ഹായ്, നമ്മുടെ വീട്ടിൽ ഫിൽറ്റർ വെക്കുന്ന ദിവസമാണ്. ഇതേ സെയിം ഫിൽറ്റർ തന്നെയാണ് കായംകുളത്തെ വീട്ടിലിരിക്കുന്നത്. ഇതില്ലാതെ ഇവിടെ പറ്റത്തില്ല. ഭയങ്കര ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് നനച്ചിട്ടെടുക്കുമ്പോൾ മഞ്ഞ നിറത്തിലിരിക്കും. വെള്ള തുണി ഒന്നും കഴുകാൻ പറ്റാത്ത അവസ്ഥയായി. ഫിൽറ്റർ ഇല്ലാതെ നമുക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഫിൽറ്റർ വയ്ക്കാൻ തീരുമാനിച്ചു. എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് ശങ്കരിക്കുഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് ടീം ഫിൽടെക്കിൻ്റെ വണ്ടി. ഇതിലാണ് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് മെക്കാനിക്ക് പയ്യൻ വന്നത്. പുള്ളി ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ. പിന്നെ ശങ്കരിക്കുഞ്ഞ് അപ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം പെറുക്കി ഓരോന്നൊക്കെ നോക്കി. ഇനി അവളായിരിക്കും പുള്ളിയുടെ കയ്യാൾ. പുള്ളി ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ല ബെസ്റ്റ് അസിസ്റ്റൻറ്റിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അസിസ്റ്റൻറ്റിന് തലവേദനയാവുമോ എന്നാണ് സംശയം. എൻ്റെ അസിസ്റ്റൻ്റ് ആ കിട്ടിയ ഗ്യാപ്പിൽ മുകളിലത്തെ പറമ്പിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. കുഞ്ഞിന് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര തവണ തടഞ്ഞാലും അവൾ പിന്നെയും തത്തിപ്പൊത്തി തനിയേ കയറിപ്പോവും. അവിടെയാണെങ്കിൽ പട്ടിയുണ്ട്, പാമ്പ് കാണും. പാമ്പിനെ ഇതുവരെ നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ചൂട്, കേരളത്തിലൊരു സാഹചര്യം വെച്ച് അതും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ണ് തെറ്റിയ പുള്ളിക്കാരി ഓടും എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഇത് കുറച്ച് വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ചക്ക, മാവ്, ഇവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. വലിയ പ്രോപ്പർട്ടിയാണ്. പിന്നെ തൊട്ടടുത്ത ഒരേ കോമ്പൗണ്ടിൽ വേറൊരു വീടും ഉണ്ട്. അവിടെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ആളും അനക്കമൊക്കെ ഉണ്ട്. ഫിൽറ്റർ നമ്മുടെ കായംകുളത്തെ വീട്ടിൽ വെച്ചത് സെയിം ആണെന്ന് പറഞ്ഞല്ലോ. കായംകുളത്ത് നിന്ന് തന്നെ ഉള്ള ടീമാണ്. കായംകുളം പുല്ലുകുളങ്ങരയുള്ള ഒരു ടീമാണ്. നമ്മൾ അവരെ തന്നെയാണ് കോൺടാക്ട് ചെയ്ത് അവരാണ് ഇവിടെ വന്ന് വെച്ച് തന്നത്. നമ്മുടെ വീട് കൊല്ലം കല്ലുവാതുക്കൽ ഭാഗത്താണ്. പക്ഷേ എന്നാലും അവർ ഇത്രയും ദൂരം വന്നു. ഈ താഴത്തെ പോർഷൻ ഇനി കോൺക്രീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നല്ല വീഡിയോ ഒക്കെ എടുത്തു. ആ ഒരു ഗ്യാപ്പും ആ ഒരു വൈബും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശങ്കരിക്കുഞ്ഞിൻ്റെ ഓട്ടം കാരണം ഞാൻ പതുക്കെ ചെരുപ്പം ഇട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ കല്ലോ മണ്ണോ പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഈ കല്ലിലൂടെയൊക്കെ തന്നെയാണ് അവൾ എന്നും ഓടിക്കളിച്ച് നടക്കുന്നത്. എന്നാലും മുകളിലത്തെ പറമ്പിൽ അങ്ങോട്ട് കയറുന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രോക്സൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മുടെ പയ്യൻ ജോലിയിലാണ്. ഇത് കുറേ സാധനങ്ങളൊക്കെ ഈ ഫിൽറ്ററിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഏകദേശം ഒരു 150 kg ഭാരം വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ശങ്കരിയുടെ ഓട്ടം കണ്ടോ? ഇത് എത്രാമത്തെ തവണ? എനിക്ക് തോന്നുന്നു ഒരു 10-12 തവണ മേലത്തെ പറമ്പിൽ അവൾ ഓടിക്കളിച്ച് നടന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഫില്ലിങ് വരുന്നത്. ഇതിനകത്ത് സാൻഡ്, കാർബൺ, പിന്നെ അയൺ പിടിക്കാൻ വേണ്ടിയിട്ടൊരു മീഡിയം, പിന്നെ ജർമ്മൻ മെയ്ഡായിട്ടുള്ള കാറ്റലോഗ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിറയ്ക്കുന്നത് എന്നാണ് നമ്മുടെ ടെക്നീഷ്യൻ പറഞ്ഞത്. പുള്ളി നമ്മുടെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ ജോലി സ്ഥലത്തുനിന്ന് വന്നു. നമ്മുടെ ഈ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അച്ഛനും മോളും കൂടെ ഭയങ്കര കളി ബഹളം. ശങ്കരിക്കുഞ്ഞിന് ഇങ്ങനെ തോളത്തെടുത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളും അച്ഛനും കൂടി ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇവളെ എത്ര തവണ ഇതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു മാറ്റിയതെന്ന് എനിക്കറിയത്തില്ല. ഓരോ ടൂൾസ്, പൈപ്പ്, സാധനങ്ങളെല്ലാം പെറുക്കി ആൾ കാളിച്ച് ചിരിച്ച് ബഹളം വെച്ച് പുള്ളിക്കാരി നല്ല എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം. ഈ സൂര്യൻ വന്നതും അച്ഛൻ്റെയും മോളിലെയും കൂടെ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു സീൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതെടുത്ത് കേട്ടോ. പിന്നെ ഇവിടെയുള്ള മരങ്ങളുടെ ലിസ്റ്റ് തേക്കുണ്ട്, മാവുണ്ട്, പിന്നെ പറങ്കാവുണ്ട്, ചക്ക, ആത്തച്ചക്ക അതായത് കസ്റ്റേർഡ് ആപ്പിൾ അതുണ്ട്, പിന്നെ വട്ട, എന്തൊക്കെ മരങ്ങളുണ്ട്. ഞാനിപ്പോഴും സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് തരം മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് നമുക്കിവിടെ കിട്ടിയത് എന്തായാലും ഭാഗ്യത്തിന്. ചുച്ചുക്കുട്ടൻ അതിൻ്റെ ഇടയിലൊക്കെ ഇൻസ്പെക്ഷന് നടക്കുന്നുണ്ട്. എല്ലാം കൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതാണ് പിന്നെ നമ്മുടെ ഫിൽറ്ററിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. ഞാൻ ഒരുപാട് അങ്ങോട്ട് ക്ലോസപ്പായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഒരുപാട് പൈപ്പും സെറ്റപ്പും എല്ലാം കഴിഞ്ഞു. ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ABCD മാർക്കിങ്സ്, നമുക്ക് എങ്ങോട്ടാണ് പൈപ്പ് തിരിക്കേണ്ടത് എന്നൊക്കെ. കായംകുളത്തെ വീട്ടിൽ ഇതൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 വർഷം മുൻപായിരുന്നു അവിടുത്തെ ഫിൽറ്റർ വെച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ പോയി ഐശ്വര്യമായിട്ട് മോട്ടർ ഇട്ടു. ഇനിയെങ്കിലും നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുമെന്നൊരു ആശ്വാസത്തിൽ. കാരണം അതിൻ്റെ മെയിൻ റീസൺ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫോട്ടോ കാണിക്കാം. കണ്ടോ, ഇതായിരുന്നു അവസ്ഥ. ഞങ്ങൾ ആദ്യം വീട്ടിൽ വരുന്ന സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. അത് കഴിഞ്ഞ് വേനൽ അങ്ങോട്ട് തുടങ്ങി ബോർവെല്ലിൽ നിന്ന് വെള്ളം അടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ താഴത്തെ ഫോട്ടോയിലെ അവസ്ഥയാണ്. ഇതിനകത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് എന്തൊരു വിഷമമായിരുന്നെന്നറിയാവോ. അതുപോലെ തന്നെ തുണി നനയ്ക്കാനും പറ്റാത്ത അവസ്ഥ. അടുക്കളയിലെ ആവശ്യത്തിന് പിന്നീട് മിനറൽ വാട്ടർ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം എന്തായാലും ഫിൽറ്റർ വന്നു. സമാധാനം. സ്മൈൽ പ്ലീസ്.
ഫിൽറ്ററിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ആദ്യം വന്ന വെള്ളത്തിന് നല്ല കറുത്ത നിറമായിരുന്നു. കാരണം ആ സാൻഡും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ഏകദേശം ഒരു 10 ബക്കറ്റോളം വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് നല്ല വെള്ളം കിട്ടി തുടങ്ങി. ശങ്കരിക്കുഞ്ഞെ കളിച്ച് ഒരു 5 മണിയായപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ പാലുകുടിയും കഥ പറച്ചിലുമായിട്ട് എത്ര നേരം വന്ന് ഉറക്കാനെന്നോ. ഇന്ന് പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. അങ്ങനെ എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞു, ആൾക്കാരെല്ലാം പോയി, ഏട്ടനും പോയി, ശങ്കരി ഉറങ്ങി. ലോങ് ഡേ ആയിരുന്നു, ഞാൻ ടയേർഡായി. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. ബൈ.